ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ടെക്സ്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ VFX എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. VFX എല്ലാ സിനിമയിലും നമുക്ക് കാണുന്നതാണ്. അയൺമാൻ, അതുപോലെ തന്നെ അവഞ്ചേഴ്സിൻ്റെ സിനിമകൾ, അതുപോലെ തന്നെ നമ്മൾ ബാഹുബലിയിൽ കണ്ടിട്ടുണ്ട് VFX, പുലിമുരുകയിൽ VFX പുലിയെ കണ്ടു. നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് VFX പഠിക്കാനും അതുപോലെ തന്നെ VFX ഉപയോഗിച്ച് ഓരോരോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ആനിമേഷൻ പഠിക്കാനും ആനിമേഷൻ ഉപയോഗിച്ച് സിനിമകൾ ചെയ്യാനും പിന്നെ ഗെയിംസ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയാനായിട്ട്. എന്നാൽ നിങ്ങൾക്കിത് പഠിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. പഠിക്കാനൊരു സിമ്പിളായിട്ടൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഏതെന്ന് പറഞ്ഞാൽ ബ്ലെൻഡർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഹോളിവുഡ് സിനിമയിലൊക്കെ VFX ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത് മായ അതുപോലുള്ള ആപ്ലിക്കേഷൻസാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ്. വർഷം $1500, അതായത് $70,000, അതുപോലെ തന്നെ $1,00,000 കൊടുത്തായിരിക്കും ഈ ഒരു കമ്പനികളൊക്കെ ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ ബ്ലെൻഡറിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ തികച്ചും ഫ്രീ ആണ്. തികച്ചും ഫ്രീ ആണെന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും കരുതരുത് ഈ ഒരു ആപ്ലിക്കേഷൻ വെറും ഒരു പൊട്ട ആപ്ലിക്കേഷനാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്ത സമയത്ത് ഈ മറ്റ് ആപ്ലിക്കേഷൻ പെയ്ഡ് ആപ്ലിക്കേഷനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് വളരെ മോശം ആപ്ലിക്കേഷനായിരുന്നു. എന്നാൽ കുറച്ച് നാളുകളായിട്ട് അതിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നുകൊണ്ട് ഇപ്പോൾ 2.82 വെർഷനാണ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ഒരു വെർഷൻ സംബന്ധിച്ച് നോക്കുമ്പോൾ മായയും അതുപോലെ തന്നെ ബ്ലെൻഡറുമായിട്ടുള്ള വ്യത്യാസം വളരെ കുറച്ചാണ്. നിങ്ങൾക്ക് നല്ലൊരു ആനിമേഷൻ സിനിമ, ഞാൻ കുറച്ച് സിനിമകളിലേക്ക് ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഈ ഒരു സിനിമകളെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ബ്ലെൻഡർ എന്ത് മാത്രം കേപ്പബിൾ ആണെന്ന്. സിനിമ നിർമ്മിക്കാനും അതുപോലെ തന്നെ VFX ഉണ്ടാക്കാനും ഗെയിംസ് ഉണ്ടാക്കാനൊക്കെ എന്തുമാത്രം കേപ്പബിൾ ആണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബ്ലെൻഡറിനെ കുറിച്ചൊരു വീഡിയോ തയ്യാറാക്കാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് VFX അതുപോലെ തന്നെ ആനിമേഷൻ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബ്ലെൻഡർ ഉപയോഗിക്കാം. ഞാൻ ബ്ലെൻഡർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായില്ല. ഞാൻ ഒരു തുടക്കക്കാരൻ മാത്രമാണ്. എനിക്ക് അധികം ബ്ലെൻഡറിനെ കുറിച്ച് വീഡിയോസൊന്നും ചെയ്യാനുള്ളൊരു കഴിവ് എനിക്കില്ല. എന്നാൽ ഞാൻ പഠിച്ചുകൊണ്ട് വരികയാണ്. ഓൺലൈനിലായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ട്യൂട്ടോറിയൽസ് ബ്ലെൻഡറിനെ കുറിച്ച് VFX ചെയ്യാനുള്ളൊരു ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ തീർച്ചയായും ഒരു എൻതൂസിയാസ്റ്റാണ്, VFX എൻതൂസിയാസ്റ്റാണ്, അതുപോലെ തന്നെ ആനിമേഷനൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് പോയി ബ്ലെൻഡർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നാളെ നിങ്ങൾക്കൊരു VFX സിനിമ അതുപോലെ തന്നെ ആനിമേറ്റഡ് സിനിമയൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കരുതരുത്. നിങ്ങളുടെ സമയവും കൂടി നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ബ്ലെൻഡർ ഉപയോഗിച്ച് നല്ലൊരു VFX അല്ലെങ്കിൽ ഒരു ആനിമേഷൻ സിനിമയും അതുപോലെ തന്നെ ഗെയിമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കൂ. ഒട്ടേറെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് മാത്രം നിങ്ങൾ ബ്ലെൻഡർ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതിയാവും. മലയാളത്തിൽ തന്നെ ഒട്ടനവധി ട്യൂട്ടോറിയൽസും അതുപോലെ തന്നെ വീഡിയോസ്, ഹൗ ടു വീഡിയോസൊക്കെ ബ്ലെൻഡറിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ആവശ്യമുള്ള കുറച്ച് ടെക്നിക്സൊക്കെ നിങ്ങൾക്ക് ബ്ലെൻഡറിൽ നിന്ന് പഠിച്ചെടുക്കാൻ സാധിക്കും. പിന്നെ നിങ്ങളുടെ കഴിവും അതുപോലെ തന്നെ നിങ്ങളുടെ ടൈം ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒരു ചെറിയ ചാനലാണ്, നിങ്ങളുടെ നിർദ്ദേശങ്ങളും എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.